നമസ്കാരം. അശോകവനിയിലെത്തിച്ച സീതയെ രാവണൻ ഒന്ന് തൊടുക പോലും ചെയ്യാതിരുന്നതിൻ്റെ കാരണമെന്തെന്നറിയാമോ? ഒരു ശാപം പേടിച്ചാണ് രാവണൻ സീതയെ സ്പർശിക്കാതിരുന്നത്. ആ ശാപത്തിൻ്റെ കഥ കേട്ടോളൂ. ഇത് കുട്ടിപ്പുരാണം, പുരാണത്തിലെ കുട്ടി കുട്ടി കഥകൾ പറയുന്ന കുട്ടിപ്പുരാണം. കേട്ടു നോക്കൂ. ലോകം ചുറ്റി സഞ്ചരിക്കുന്നതിനിടയിൽ ഒരിക്കൽ ഒരന്തിനേരത്ത് രാവണൻ കൈലാസത്തിനടുത്തെത്തി. അവിടെ അളകാപുരിയിൽ ജ്യേഷ്ഠനായ വൈശ്രവണന്റെ രാജധാനിയിൽ വിശ്രമിക്കാൻ രാവണനും അനുചരന്മാരും തീരുമാനിച്ചു. രാത്രിയായി. ആകാശത്ത് ചന്ദ്രൻ ഉദിച്ചു വന്നു. ഭൂമിയിലാകെ നിലാവ് പരന്നു. ദേവലോകത്ത് ഗന്ധർവന്മാരും അപ്സരസ്ത്രീകളും മധുരഗാനങ്ങൾ ആലപിച്ചു. ഗന്ധർവന്മാരുടെ ഗാനവും കേട്ട് നിലാവിൽ കുളിച്ചു നിൽക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ചിരിക്കെ അതിസുന്ദരിയായ ഒരു സ്ത്രീ നടന്നു വരുന്നത് ദശാനനൻ കണ്ടു. രാവണൻ അവളെ കൈപിടിച്ച് അടുത്തിരുത്തി. അവളുടെ വിവരങ്ങൾ അന്വേഷിച്ചു. അവൾ ആകെ വിറച്ചുപോയി. തൻ്റെ കൂടെ അവിടെ കഴിയാൻ രാവണൻ അവളോട് പറഞ്ഞു. ഇത് കേട്ട് വല്ലാതെ ഭയന്നു പോയ അവൾ പറഞ്ഞു, അങ്ങയുടെ ജ്യേഷ്ഠനായ കുബേരൻ്റെ മകൻ നളകൂബരൻ്റെ ഭാര്യയായ രംഭയാണ് ഞാൻ. അങ്ങയുടെ മകളുടെ സ്ഥാനമാണെനിക്ക്. അങ്ങ് ഉചിതമല്ലാത്ത കാര്യങ്ങൾ പറയരുത്. എന്നെ പോകാൻ അനുവദിക്കണം. അത് കേൾക്കാതെ രാവണൻ രംഭയെ കടന്നു പിടിച്ചു. രംഭ ചെന്ന് തൻ്റെ ഭർത്താവായ നളകൂബരനോട് വിവരങ്ങൾ പറഞ്ഞു. ദേഷ്യം വന്ന നളകൂബരൻ രാവണനെ ശപിച്ചു. അനുവാദമില്ലാതെ ഏതെങ്കിലും സ്ത്രീയെ തൊടുന്ന പക്ഷം അവൻ്റെ തല 7 നുറുങ്ങി വീണു മരിക്കട്ടെ എന്ന്. അതു കേട്ട് ദേവന്മാർ സന്തോഷത്താൽ പുഷ്പവൃഷ്ടി നടത്തി. അന്നു മുതൽ അനുവാദമില്ലാതെ ഒരു സ്ത്രീയെയും സ്പർശിക്കാൻ രാവണൻ ധൈര്യപ്പെട്ടിട്ടില്ല. നളകൂബരൻ്റെ ആ ശാപം കാരണമാണ് ലങ്കയിലെത്തിച്ചെങ്കിലും രാവണൻ സീതാദേവിയെ ഉപദ്രവിക്കാതിരുന്നത്.